നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലിഗോറിക്കൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനും ഡിവോഷണൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ ലിറ്ററൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാലാമതായി നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ലിബറൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ലിബറൽ എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ്. ചില ആളുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, അയാൾ ഭയങ്കര ലിബറലാന്ന് പറയാറുണ്ട്, അയാൾ ഒരു മുട്ടാത്തർക്കം പറയുന്ന ആളാന്ന് പറയാറുണ്ട്. ചില ആളുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ പുള്ളിയോട് സഹകരിക്കരുതെന്ന് പറയും. ചില ആളുകളെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ അയാൾ ലിബറലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പള്ളികളിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക രംഗങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കമ്മിറ്റികളിലും അത്തരം കൗൺസിലുകളിലുമൊക്കെ ഈ ലിബറൽ എന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന ആളുകളെ അവിടെ അടുപ്പിക്കാറില്ല. കാരണം ഒരുതരം പേടിയാണ് നമുക്ക് അത്തരം ആളുകളോട് ഉള്ളത്. ലിബറൽ എന്ന പദം അല്ലെങ്കിൽ ലിബറൽ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവരെ യുക്തിസഹജമായി ചിന്തിക്കുന്ന ആളുകളും യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, യുക്തിസഹജമായി ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും അവര് പൈശാചികമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ കരുതരുത്. കാരണം യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷി നമുക്ക് നൽകിയിട്ടുള്ളത് ദൈവമാണ്. യാഥാർത്ഥ്യങ്ങളെ കാണാനുള്ള ശേഷി നമുക്ക് തന്നിട്ടുള്ളതും ദൈവമാണ്. പുതിയ നിയമം പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന ചരിത്രം നമുക്കറിയാം. യേശു കൊണ്ടുവന്ന ആളുകളോട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. യേശുവിനെ സംബന്ധിച്ച് യേശുവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായ കാര്യം, നോക്കണ്ട, ഇവന്മാർ ജനിക്കുന്നതിന് മുമ്പേ അറിയാം ദൈവത്തിന് ഇവന്മാർ ഇവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതും ഈ ഒരു മുഹൂർത്തം വരുമെന്നും ജ്ഞാനികളിൽ സർവജ്ഞാനിയായ ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു പറഞ്ഞത് എന്താണ്? യേശു ഒരു 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 കള്ളം പറയല്ല. ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഒരു തൽക്കാലത്തേക്കിനൊരു ചോദ്യം ചോദിക്കുകയല്ല, മറിച്ച് ഈ സ്ത്രീയും നിങ്ങളുമെല്ലാം ഏകദേശം ഒരുപോലെയാണ് എന്നുള്ള വസ്തുത, ആ യാഥാർത്ഥ്യം യേശു അവിടെ കൃത്യമായി പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷന്മാർക്കും സദൂക്യർക്കും ഒക്കെ യേശു ഒരു ലിബറലായി ചിന്തിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ലിബറൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ലിബറൽ എന്ന വാക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതൊരു മോഡേൺ അപ്രോച്ചാണ്, ഒരു റാഷണൽ അപ്രോച്ചാണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ, റാഷണൽ എന്ന് പറയുന്ന റീസൺ എന്ന വാക്കുമായി ബന്ധപ്പെട്ടുള്ള ആഡ്ജക്റ്റീവാണ് റാഷണൽ എന്ന് പറയുന്നത്. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. അതായത് ആധുനികമായൊരു സമീപനമാണ്. ഉത്തരാധുനിക സമീപനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആധുനികമെങ്കിലും നമ്മൾ കുറഞ്ഞത് പഠിക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതായിരിക്കും. ഇതൊരു റാഷണൽ അപ്രോച്ചാണ്, യുക്തിസഹജമായ ഒരു സമീപനമാണിത്. എന്തിനു വേണ്ടി? ടു അണ്ടർസ്റ്റാൻഡ് റിലീജിയസ് സ്ക്രിപ്ചേഴ്സ്. അപ്പോൾ ഈ മതഗ്രന്ഥങ്ങളെ മനസ്സിലാക്കാനുള്ള യുക്തിസഹജമായ ഒരു അപ്രോച്ചാണ് ലിബറൽ സ്കൂൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ യുക്തിയെയും വിശ്വാസത്തെയും ചേർത്ത് നിർത്തി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പ്രിയപ്പെട്ടവർ. മനസ്സിലാവുന്നുണ്ടോ? യുക്തിയെയും വിശ്വാസത്തെയും. ഇപ്പം ചില പള്ളികളിലൊക്കെ പറയാറുണ്ട്, ചില പ്രസംഗകരെ പറ്റി പറയാറുണ്ട്, അയാള് ബുദ്ധിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, അയാളെ നമ്മുടെ യോഗത്തിന് വിളിച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ല, ആത്മാവിൽ സംസാരിക്കാൻ അയാൾക്ക് അറിയത്തില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ആത്മാവിൽ സംസാരിക്കുക, ബുദ്ധിയിൽ സംസാരിക്കുക, ഈ വിശ്വാസത്തിൽ സംസാരിക്കുക, യുക്തിയിൽ സംസാരിക്കുക,
ഇതെല്ലാം നമ്മൾ 4 കഷണങ്ങളാക്കി മാറ്റി നിർത്തി അതിനെ അങ്ങനെ 4 സൈഡിലേക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. യുക്തിയും വിശ്വാസവും ഭക്തിയും ഇതെല്ലാം ഒരേപോലെ ചേർന്ന് പോകേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻകാർ കൃത്യമായി പറയുന്നൊരു കാര്യം, ബൈബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് മിത്തിക്കൽ എലമെന്റുകളുണ്ട്, അതിനകത്ത് ധാരാളം കഥകളുണ്ട്, അതിനകത്ത് സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാരാളം സംഗതികളുണ്ട്. ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്, യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി സങ്കീർണമായ കാര്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. ഒരു 10 പേജുള്ള ഒരു പുസ്തകം വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഇവർ പറയുന്ന ഒരു കാര്യം, നമ്മളുടെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആധുനിക മൂല്യങ്ങളോട് ചേർത്ത് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പണ്ടിവിടെ സതി എന്നൊരു ദുരാചാരം ഇവിടുത്തെ മതസംവിധാനത്തിലുണ്ടായിരുന്നു. കൃത്യമായി എഴുതപ്പെട്ട ഒരു ദുരാചാരം, കൃത്യമായി നിർമ്മിക്കപ്പെട്ട ഒരു ദുരാചാരം. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ രാജാറാം മോഹൻ റോയിയുടെയും അതുപോലെ തന്നെ വില്യം കേറി പോലെയുള്ള മിഷണറി പ്രവർത്തകരുടെയും സജീവമായ ഇടപെടലിലൂടെ അത്തരം ദുരാചാരങ്ങൾ, അത്തരം കാര്യങ്ങളെ അപനിർമ്മിക്കുകയും അത്തരം ചിന്തകളെ പൊളിച്ചെഴുതുകയും മാറ്റത്തിലേക്ക് സമൂഹം നീങ്ങുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ലിബറലായി ചിന്തിക്കുക എന്ന് പറയുന്നത് മാറ്റത്തിന് വേണ്ടിയുള്ള ചിന്തയാണ്. അത് മനുഷ്യന്റെ നേട്ടത്തിന് വേണ്ടിയുള്ള ചിന്തയാണ്, മനുഷ്യത്വത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ലിബറൽ സ്കൂള് എന്ന് പറയുന്നത്? ഈ ലിറ്റററി സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ചിന്തിച്ചത് ലിറ്റററിനെസ് ഓഫ് ദി സ്ക്രിപ്ചർ, സാഹിത്യമാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത്, ബൈബിളിലെ സാഹിത്യം. എന്നാൽ ഇവിടെ നമ്മൾ ബൈബിളിലെ സാഹിത്യമല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, മറിച്ച് ദ സ്പിരിറ്റ് ഓഫ് ദ സ്ക്രിപ്ചറാണ്. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആത്മാവ്, അതാണ് ചർച്ച ചെയ്യുന്നത്. വാട്ട് ഡസ് ദ ബൈബിൾ സ്പീക്ക്? ബൈബിളിനകത്തൊരു കഥാപാത്രം പറയുന്നത് അതേപോലെ എടുക്കാതെ എന്താണ് ആ കഥാപാത്രം പറഞ്ഞതിൻ്റെ പിന്നിലുള്ള സാരാംശം എന്ന് മനസ്സിലാക്കുക. സ്പിരിറ്റ് ഓഫ് ദ സ്ക്രിപ്ചറാണ് ശരിക്കും ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻകാരെ ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രിപ്ചറിനെ എങ്ങനെയാണ് അവർ കാണുന്നതെന്ന് ചോദിച്ചാൽ, മതഗ്രന്ഥത്തെ എങ്ങനെയാണ് അവർ കാണുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൻ്റെയും സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെയും ഒരു പ്രൊട്ടക്റ്റായിട്ടാണ് മതഗ്രന്ഥങ്ങളെ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമ പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും നമുക്ക് വായിച്ചാൽ ഒരുതരം ദുർഗ്രഹത നമുക്ക് തോന്നാറുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസം. 1000 വെപ്പാട്ടിമാരുണ്ടായിരുന്ന ശലോമോൻ, നമുക്കിതെങ്ങനെയാണ് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ ചില ആളുകൾക്ക് 1000 ഇല്ലെങ്കിലും ഒരു 5-6 ഭാര്യമാരുമായി ജീവിക്കുന്നതിനോട് താല്പര്യമുള്ള ആളുകളുണ്ട്. അതിന് ഉപോത്പലകമായി ഈ ശലോമോന്റെ കഥ പറയുന്ന ഉപദേശിമാരും നമ്മുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കും. ഞാൻ പണ്ട് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോയത്, ഒരു മിഷണറി സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജര് ഒരാഴ്ച മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആത്മാവിൽ സംസാരിക്കുന്നൊരു മനുഷ്യനെന്ന് എനിക്ക് തോന്നിയതല്ല, എന്നെ ഇങ്ങനെ ആളുകൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ 23-ാമത്തെ വയസ്സിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പം എനിക്ക് ആ തോന്നൽ ഇല്ല. പിന്നാണ് എനിക്ക് മനസ്സിലായത്
അത്തരം തോന്നലുകളൊക്കെ ഈ ആവശ്യമില്ലാത്ത പഠിപ്പിക്കലുകളിലൂടെ നമ്മുടെ തലയ്ക്കകത്ത് കയറി വന്നതാണ്. ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹം 4 ഇടങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ ഒരു ഭാര്യയുണ്ട്, ഇദ്ദേഹത്തിന് ഹൈദരാബാദിൽ ഒരു ഭാര്യയുണ്ട്, ഇദ്ദേഹത്തിന് ചെന്നൈയിൽ ഒരു ഭാര്യയുണ്ട്. അപ്പൊ ഈ 4 പേരെയും ഒരേ സമയത്ത് തന്നെ സംതൃപ്തി കൊടുത്തുകൊണ്ടു പോകുന്ന ഒരു പ്രത്യേകതരം ശമരിയാക്കാരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ 4 ഭാര്യമാരെന്ന് പറയുന്നത് പുതിയ നിയമ കാഴ്ചപ്പാടിനോട് ചേർന്നൊരു കാര്യമല്ലെന്ന് നമുക്കറിയാം. ബൈബിളിൽ ശലോമോനെ കുറിച്ചും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ചില രാജാക്കന്മാരെ കുറിച്ചും ഈവൻ ദാവീദ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുളിര് മാറ്റാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ മാത്രമാണ് നമ്മൾ അതിനെ കാണേണ്ടത്. നമ്മൾ ഈ ബൈബിളിൽ എഴുതപ്പെട്ട അതേ കാര്യങ്ങൾ അതേ ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കണമെന്ന് നിർബന്ധം ഇല്ല. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുകളുടെയും അതുപോലെ തന്നെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളുടെയും ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഈ പുസ്തകം ബൈബിൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മാറി വരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും സാഹചര്യങ്ങൾ മാറി വരുന്നു. ഒരു മാറ്റം ഇല്ല എന്ന് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ 2 ദിവസമെങ്കിലും ഒന്ന് വെറുതെ റോഡിലൂടെ ഇറങ്ങി നടന്നാൽ മനസ്സിലാകും, ഇതേപോലെ മഴ പെയ്യുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിട്ടില്ല. പ്രകൃതിയിൽ പോലും മാറ്റത്തിൻ്റെ വലിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പുസ്തകങ്ങളെ മാറ്റാൻ കഴിയില്ല എങ്കിലും പുസ്തകത്തിലൂടെ പറയുന്ന കാര്യങ്ങളെ മാറ്റത്തിനനുസരിച്ച് റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ പരീശന്മാരുടെ ഒരു ജയം അതായിരുന്നു. പരീശന്മാർ സദൂക്യരെ പോലെയല്ല. അവർ ഈ ഓരോ കാലഘട്ടം അനുസരിച്ച് അവരുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ബൈബിളിനെ റീറൈറ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ബൈബിളിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിനെ പറ്റി പറയും, ഇതെല്ലാം ചെയ്തിട്ടും ലോകമെല്ലാം അവൻ്റെ പിന്നാലെ ആയിപ്പോയി, നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ ആയിപ്പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ റീഇൻറ്റർപ്രറ്റ് ചെയ്യണം. ഈ ലിബറൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻകാർ പറയുന്നൊരു കാര്യം, that we should reinterpret the religious text in the light of contemporary ethics, science and social progress. ഇന്ന് കാണുന്ന ധാർമ്മികതയ്ക്കനുസരിച്ച്, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കനുസരിച്ച്, സാമൂഹിക മാറ്റത്തിനനുസരിച്ച് ബൈബിളിനെ റീഇൻറ്റർപ്രറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ LGBTQ പോലെയുള്ള ക്യൂർ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ലൈംഗിക സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് ആളുകൾ മാറി മാറി ചിന്തിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഇടയിലുണ്ട്. അതിനനുസരിച്ച് ബൈബിളിനെ മാറ്റാൻ കഴിയില്ലെങ്കിലും വി ക്യാൻ റീഇൻറ്റർപ്രറ്റ് ബൈബിൾ. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയുള്ള പുസ്തകമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊരിക്കലും ലൂസിഫറിന് വേണ്ടിയുള്ള പുസ്തകമല്ല. ലൂസിഫർ ഇതിനകത്തുണ്ട്, അത് ശരിയാണ്. അങ്ങേർക്ക് വായിക്കാൻ വേണ്ടിയല്ല ഈ പുസ്തകം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യരുടെ വൈകാരിക, ശാരീരിക, മാനസിക അനുഭവങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ബൈബിളിനെ അവർക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്, മനുഷ്യൻ്റെ അന്തസത്തയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഇവിടെ പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ധാർമ്മികമായ വളർച്ചയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ വിളിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ, നമ്മളൊരു പവർ കോൺഫറൻസ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പാസ്റ്റർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. പാസ്റ്റർ എന്നോട് ചോദിച്ചത്, ആരാണെന്ന് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇന്നയാളാണ് വരുന്നത്. ഇന്നയാളെന്ന് പറഞ്ഞ ആൾ ഏത് ചർച്ചുകാരനാണ്? ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു സ്വതന്ത്ര സഭയുടെ ഉപദേശിയാണ്. സ്വതന്ത്ര സഭയൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഒന്നുകിൽ AG ആയിരിക്കണം, അല്ലെങ്കിൽ ഷാരോൻ ആയിരിക്കണം, അല്ലെങ്കിൽ IPC ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ ആയിരിക്കണം. നമ്മൾ വേദവിപരീതമായുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ അവരുമായിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള സഹകരണമില്ല. ഇതേ ആളുകൾ തന്നെയാണ് ഇവരുടെ
ഇവരുടെ കേന്ദ്രങ്ങളിൽ കിടന്ന് കസേരയ്ക്ക് തല്ലി തലകീറുന്ന ആളുകൾ. ഇതേ ആളുകൾ തന്നെയാണ് ലക്ഷക്കണക്കിന് പണം ഇലക്ഷന്റെ സമയമാകുമ്പോൾ ചെലവാക്കുന്ന ആളുകൾ. ഇതേ ആളുകൾ തന്നെയാണ് വലിയ വലിയ സഭകൾ കിട്ടാൻ വേണ്ടി വലിയ വലിയ പാസ്റ്റർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയായി നൽകുന്നവർ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ, താങ്കൾ എന്നാൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു. ഈ നിമിഷം വരെ ഒരാളുടെ പേര് പറയാൻ പുള്ളിക്ക് ഇല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ മനുഷ്യനായി കാണുക, മനുഷ്യനെ സംഘടനയുടെ ആളുകളായിട്ടല്ല കാണുന്നത്, മനുഷ്യനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആളുകളായിട്ടല്ല കാണുന്നത്. ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ വി ടോക്ക് അബൌട്ട് ദ ബൈബിൾ. ഈ പുസ്തകം പറയുന്നതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇപ്പം ഞാനിപ്പം ബാലരമയോ ബാലമംഗളമോ അതുപോലുള്ള ഏതെങ്കിലും പുസ്തകമാണ് എടുത്ത് പഠിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അത്രയും ആധികാരികതയുടെ ആവശ്യമില്ല. ഒരു നോവലാണെങ്കിലും അത്രയും ആധികാരികതയുടെ ആവശ്യമില്ല. പക്ഷേ ഈ 66 കലവറകൾ അടങ്ങുന്ന മനോഹരമായ ഗ്രന്ഥം, അതിൻ്റെ ഒരു ആത്മാവ്, ഈ ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ അത് തന്നെ പറയുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദ ബുക്ക്, ദ സ്പിരിറ്റ് ഓഫ് ദി ടെക്സ്റ്റിന്റെ സ്പിരിറ്റാണ് പറയുന്നത്. മനുഷ്യന്റെ അന്തസ്സത്തിനാണ് ഇവിടെ പ്രാധാന്യം, അവന്റെ സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവന്റെ ധാർമ്മിക വളർച്ചയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നാമധേയ ബന്ധക്കോസ്ത് സഭകള് ഓൾഡ് ഏജ് ഹോമുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ള ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. നിങ്ങൾ ഞായറാഴ്ച ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10:30 കഴിയുമ്പോൾ, 10:30 സങ്കീർത്തനമായി അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ തൊട്ടേ നല്ല ഉറക്കമാണ് ആളുകൾ. പ്രായമുള്ള ആളുകളെല്ലാം ഉറങ്ങുകയാണ്. അവർ പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരും. പിന്നെ ചില ഉപദേശിമാരെ പേടിച്ചൊക്കെയാണ് ചില ആളുകളൊക്കെ ഇങ്ങനെ കണ്ണും തുറന്നൊക്കെ ഇരിക്കുന്നത്. കണ്ണും തുറന്നിരിക്കുമ്പോൾ ഈ ഉപദേശിയുടെ വിചാരം എല്ലാം കേൾക്കുന്നുണ്ടെന്ന്. അങ്ങനൊന്നുമല്ല. നമുക്ക് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും സഭയല്ല. ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും സഭയല്ല. നിറങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും സഭയല്ല. ഒരു പ്രവാചകനെ എനിക്കറിയാം, അദ്ദേഹം പേടിപ്പിച്ചാണ് ആളുകളോട് കാര്യങ്ങൾ പറയുന്നത്. കൈയടിച്ചില്ലെങ്കിൽ അദ്ദേഹം പറയും, അച്ഛാ കൈ ഫ്രീസറിൽ കൊണ്ടുവച്ചേക്കുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അയാളെ കുറിച്ച് എന്നോട് വേറൊരാൾ പറഞ്ഞു, ആ പുള്ളിയെ യോഗത്തിന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പുള്ളിയെ യോഗത്തിന് വിളിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. ഒരു 50 കഴിഞ്ഞ എല്ലാ ആളുകൾക്കും പാമ്പർ മേടിച്ചു കൊടുത്ത് അവരെ അവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം, പാമ്പേഴ്സ് മേടിച്ചു കൊടുത്ത് അത് കെട്ടി അവരെ അവിടെ ഇരുത്തണം. കാരണം പേടിച്ച് ഏത് സമയവും പേടിച്ച് അവർ മുള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് കൂടാണ്, ചരിത്രപരമായ അതുപോലെ തന്നെ വിമർശനാത്മകമായൊരു മെത്തേഡാണ്. ചരിത്രം മാറുന്നു, കാലം മാറുന്നു, അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറുന്നു. അത് കൃത്യമായി നമ്മൾ അത് പറയുമ്പോൾ തന്നെ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പുസ്തകങ്ങളുടെയും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എഴുത്തുകാരനെ കുറിച്ച്, കൾച്ചറൽ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം ഇവർ പറയുന്നുണ്ട്. അതായത് സ്ക്രിപ്ചറിനെ നമ്മളൊരു സ്ക്രിപ്ചർ ആസ് കണ്ടെയ്നിങ് ഇറ്റേണൽ ട്രൂത്ത് ബട്ട് എക്സ്പ്രസ്ഡ് ഇൻ ടൈം ബൗണ്ട് ലാംഗ്വേജ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ ഇറ്റേണൽ ട്രൂത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം നമുക്കിപ്പോഴും മനസ്സിലാകാത്തതിൻ്റെ ഒരു പ്രശ്നം അതാണ്. വെളിപ്പാട് പുസ്തകം ഒരിക്കലും ഒരു ടൈം ബൗണ്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന പുസ്തകമല്ല. ഇപ്പോൾ 2025 ജീവിക്കുന്ന നമ്മൾ വായിച്ചാൽ നമുക്ക് ആ സാധനം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതിനെ അപ്പോക്കാലിപ്റ്റിക് ഗ്രന്ഥമായി മാത്രം നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ഈ ബൈബിളിൽ സ്ക്രിപ്ചർ പരിശോധിക്കുമ്പോൾ സ്ക്രിപ്ചറിനകത്ത് ഇറ്റേണൽ ട്രൂത്ത് ഉണ്ട്, നിത്യമായ സത്യങ്ങൾ സ്ക്രിപ്ചറിനകത്തുണ്ട്. പക്ഷെ ബൈബിളിൽ അത് എഴുതിയിരിക്കുമ്പോൾ ടൈം ബൗണ്ട് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ വ്യാപ്തി എത്രയുണ്ട് അതിനനുസരിച്ചാണ് ബൈബിള് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മൾ അവരെ ബൈബിളിൽ എഴുത്തുകാരെ പഠിപ്പിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ ഒത്തിരി പണ്ഡിതന്മാരുണ്ട്. പറ്റുമെങ്കിൽ ഈ പൗലോസിന്റെ പേരിന് പകരം ഇവരുടെ പേര് അക്കോർഡിംഗ് ടു ദാറ്റ് പണ്ഡിതന്റെ പേര് എഴുതി വെച്ച് സംസാരിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവരെ,
ഈ രചനകളൊക്കെ നടക്കുമ്പോൾ അവരാ ജീവിച്ചിരുന്നൊരു സാഹചര്യമുണ്ട്, കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഭാഷ, അതിനെത്ര നീളമുണ്ട് ആ നീളമല്ല അതിനകത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അഡാപ്റ്റബിലിറ്റി, അത് അഡാപ്റ്റബിൾ ആയിരിക്കണം. അത് മനസ്സിലാക്കണമെന്നാണ് അഡാപ്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റാഷണാലിറ്റി ആൻഡ് എത്തിക്സിന് ഒരു പ്രാധാന്യം കൊടുക്കും. റാഷണാലിറ്റി ആൻഡ് എത്തിക്സ്, യുക്തിസഹജമായ ചിന്തകൾ, അതുപോലെ തന്നെ ധാർമ്മികമായ ചിന്തകൾ. വിശ്വാസത്തെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം? വിശ്വാസത്തിനെ യുക്തിസഹജമായി യുക്തി വെച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. അതുപോലെ തന്നെ കോൺഷ്യൻസ്, നമ്മുടെ ആ ഒരു ബോധത്തിൽ നിന്ന് അതൊക്കെ ഒരു ടൂൾസാണ്. വിശ്വാസത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു ടൂൾസാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ പണ്ടൊക്കെ ഇപ്പോഴും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൈമൺ സാർ പണ്ട് പാടിയ വേല വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാലുപാടും തിരയുന്ന ജാല സുവിശേഷകരെ എന്ന് പറഞ്ഞാൽ, വേല വേല എന്ന് ചൊല്ലി വേലി കുത്താൻ പോലും സ്ഥലമില്ലാത്തതുപോലെ തിരഞ്ഞു നടക്കുന്ന സുവിശേഷ വേലക്കാർ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ആളുകൾ കുറവാണ്. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആളുകളോട് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം സംസാരിച്ചായിരുന്നോ? അല്ലേ? ദൈവം സംസാരിച്ചായിരുന്നു. ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇങ്ങനെ ഒരു ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ളത്? ദൈവം ഒരാളോട് സംസാരിക്കുന്നെങ്കിൽ ഓക്കെ, അയാൾ കേട്ടോട്ടെ, അയാൾ മനസ്സിലാക്കിക്കോട്ടെ, അയാൾ ആ ഒരു സന്ദേശം ഏറ്റെടുത്തോട്ടെ. ഇതിന് നമ്മളാരും തടസ്സമല്ല. അനിൽ ബ്രദറെ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എങ്ങനെയാ ദൈവം സംസാരിച്ചായിരുന്നു? അങ്ങനെയൊന്നുമല്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്തുള്ള എൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് മൈ ഡ്യൂട്ടി. അതാണ് എൻ്റെ ഒരു ഐ ആം ഒബ്ലൈഡ് ടു പ്രീച്ച് ഗോസ്പൽ എന്നൊരു കാര്യമാണ്. ഐ ആം ഒബ്ലൈഡ്. എനിക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഇതിൻ്റെ ഒരു പിന്നാലെ സഞ്ചരിക്കുകയും ഇറങ്ങുകയൊക്കെ ചെയ്യും. അല്ല, എന്നോട് ദൈവം രാത്രി വന്ന് വിളിച്ചിട്ട്, മോനെ അനിലെ സുഖമായിരിക്കുന്നു? അപ്പോൾ ഞാൻ പറയുന്നു, ആ സുഖമായിരിക്കും. താങ്കൾ ആരാണ്? ഞാൻ ദൈവമാണ്. എന്താ ദൈവമേ താങ്കൾക്ക് വേണ്ടുന്നത്? എനിക്കൊന്നും വേണ്ട, നാളെ മുതൽ നീ എൻ്റെ വേല ചെയ്യണം. ഇങ്ങനെയൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരോട് എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഓക്കെ, സന്തോഷം. പണ്ടൊരു വെളിപ്പാട് പുസ്തകം പോലെ വേറൊരു പുസ്തകം എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിക്കും. വെളിപ്പാട് പുസ്തകം പോലെ ഒരു സഹോദരി എഴുതിയ പുസ്തകമുണ്ട്. അവർ സ്വർഗത്തിൽ ചെല്ലുന്നത്, അവരുടെ മുറിയിലെ ഫാനിനെ കുറിച്ച്, അവരുടെ മുറിയിലുള്ള എല്ലാ TV, ഫ്രിഡ്ജൊക്കെ എല്ലാം അതിനകത്തുണ്ട്. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റാഷണാലിറ്റി, ബി റാഷണൽ, യുക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എത്തിക്സ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ധാർമ്മികത എന്ന് പറയുന്നത് 6 പാപം ചെയ്തവൻ്റെ അടുക്ക് 7 പാപം ചെയ്തവൻ നിന്ന് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നതല്ല ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികത എന്ന് പറയുന്നത് ഒരാളുടെ അവകാശത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തും ധാർമ്മികതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സാധാരണക്കാരായുള്ള ആളുകൾ പാപം ചെയ്യുമ്പോഴും സാധാരണക്കാരല്ലാത്ത ആളുകൾ പാപം ചെയ്യുമ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു രീതി ഇവിടെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം സാധാരണക്കാരനായ ആളുകൾ, അത് പല കാരണങ്ങൾ കൊണ്ട് സാധാരണക്കാരനായുള്ള ആളുകളുണ്ട്. അയാൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്കെതിരെ ന്യൂസ് ലെറ്ററിലൊക്കെ അടിച്ചിറക്കി എന്ത് ചെയ്യും? അയാളെ പുറത്താക്കും, അയാളെ നിഷ്കാസനം ചെയ്യും. അപ്പം ഇതേ പാപം തന്നെ ഈ ആൾ പുറത്തായി, ഇതേ പാപം തന്നെ വേറൊരു പണമുള്ള ഒരു ചേട്ടൻ ഒരു കൊച്ചാട്ടം ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നമ്മളിതെല്ലാം നാട്ടുകാരെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ പറയും, എടാ ജോർജ് കുട്ടി ഒരു കുസൃതി കാണിച്ചെന്ന് പറയും. ജോർജ് കുട്ടി ഒരു കുസൃതി കാണിച്ചു. ജോർജ് കുട്ടിയുടെ കുസൃതി ഇവിടെ പൊതിയുകയും മറ്റേ സഹോദരൻ്റെ ആ പാപം അത് കുസൃതിയല്ല, അതെന്തോ ഘോരമായ പാപമാണെന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കുകയും ചെയ്യുന്ന രീതിയാണ്. അത് തോന്നിയവാസമാണ്. തോന്നിയാസം എന്നുള്ളത് ചീത്ത വാക്കല്ല. തോന്നിയാസം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മറ്റൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അനുഭവം വളരെ പ്രയാസമാണ്. അതായത് കാവാലിപ്പട്ടികൾ വീടിന് മുന്നിലൂടെ പോകാറുണ്ട്. കാവാലിപ്പട്ടികളെ നമ്മൾ കല്ലെറിഞ്ഞോടിക്കുകയും വീട്ടിലുള്ള ജർമ്മൻ ഷെപ്പേർഡിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് പോലുള്ളൊരു അനുഭവമാണ് ഇതിനുള്ളത്. ഇൻക്ലൂസിവിറ്റി, ഈ ലിബറൽ സ്കൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻകാരെ എപ്പോഴും സംസാരിക്കുന്നൊരു കാര്യം ഇൻക്ലൂസിവിറ്റിയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ട് നമ്മൾ പോകണമെന്നുള്ളത്. ജെൻഡർ ഈക്വാളിറ്റിയെ പറ്റി അവർ പറയുന്നുണ്ട്. ജെൻഡർ ഈക്വാളിറ്റി മാത്രമല്ല, ഇന്റർഫെയ്ത്ത് ഡയലോഗിനെ പറ്റി പറയുന്നുണ്ട്.
ഈ കവലകളിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ സുവിശേഷം പറയുന്നതിനൊന്നും നമുക്ക് വിരോധമില്ല, നാട്ടുകാർക്കും വിരോധമില്ല. ഞങ്ങളുടെ കുറിച്ചുമുട്ടത്തുള്ള പാമ്പാക്കോട് ജംഗ്ഷനിലെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. അദ്ദേഹത്തെയൊക്കെ ഞങ്ങളുടെ ഭയങ്കര സുഹൃത്താണ്. അപ്പം അവിടെ ഈ കവലപ്രസംഗമൊക്കെ വരുമ്പം അദ്ദേഹമൊക്കെ ശ്രദ്ധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സാഹൂതം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേട്ടു. സുവിശേഷം നിങ്ങൾക്ക് പറയാം, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു മറ്റ് വിശ്വാസക്കാരോട് നിങ്ങൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കുന്ന രീതിയിൽ വർത്താനം പറയരുത്. അങ്ങനെ വർത്താനം പറയുന്നെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ടാണ്. നിങ്ങളുടെ വൈകാരിക അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ വൈകാരികമായി പറയാൻ മിടുക്കരാണ് ഈ കാര്യങ്ങൾ. പക്ഷെങ്കിൽ നമ്മുടെ വൈകാരികതയിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ നമ്മുടെ കൂട്ടു സഹോദരന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് താമസിക്കുന്ന അയാൾക്കൊരു ബുദ്ധിമുട്ടായി തീരരുത്. ഈ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യമാണ് നമ്മൾ വളരെ രൂക്ഷമായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവും. ഇതിൽ 6 പ്രാവശ്യം അമറി നമ്മൾ പറയും. ഇതിൻ്റെ ആവശ്യമില്ല. വി ഷുഡ് റെസ്പെക്ട് ദ പീപ്പിൾ ഇൻ ഓൾ റിലീജിയൻസ്. എല്ലാ മതത്തിലുമുള്ള ആളുകളെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻകാർ പറയുന്നൊരു ഇന്റർഫെയ്ത്ത് ഡയലോഗിനെ പറ്റി അവർ പറയുന്നുണ്ട്. LGBTQ ഇൻക്ലൂഷനെ പറ്റി അവർ പറയുന്നുണ്ട്. LGBTQ നമ്മളൊത്തിരി അതുമായി ബന്ധപ്പെട്ട് ഈ ദിവസം കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ചർച്ചകളും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ LGBTQ പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പാപിയാണെന്ന് പറഞ്ഞൊരു ബാനർ കെട്ടി എനിക്കെതിരെ കൊട്ടിഘോഷിക്കാൻ ഒരു അവസരം ഒരുക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലൂറലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്ന മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ബഹുവിധ അനുഭവങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് ഇവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും ഉള്ള മതഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ലിബറൽ സ്കൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഇന്നിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്.